വെൽക്കം ബാക്ക് ടു ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളം. ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് മത്സരത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ നോട്ടുക, വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക, നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് ചെയ്യുക. നമുക്ക് നേരെ വിട്ടിട്ട് എടുക്കാം. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ നോക്കേണ്ടത് ലൈനപ്പാണ്. ലൈനപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് വലിയ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയുള്ള ഒരു മാറ്റവും വരുത്താതെയുള്ള ലൈനപ്പായിരുന്നു. ലൈനപ്പിൽ മാറ്റങ്ങൾ വന്നത് അഡ്രിയാൻ ലൂണ ലൈനപ്പിലേക്ക് തിരികെ എത്തി എന്നുള്ളതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ കളിയിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ കളിയിലേക്ക് എത്തിയിട്ടില്ല, സ്റ്റാമിനയായി വന്നിട്ടില്ല, അദ്ദേഹം ഫിറ്റായി വന്നിട്ടില്ല, അതിന് സമയമെടുക്കും. ഏതായാലും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത മത്സരത്തിലും ഉണ്ടാകുന്നതിന് പ്രതീക്ഷിക്കാം. അദ്ദേഹത്തിൻ്റെ ഫോം വീണ്ടെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹം ഫസ്റ്റ് ലെവലിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി മത്സരത്തിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ഹാഫ് ഇരു ടീമുകൾ ഫസ്റ്റ് ഹാഫ് നല്ലോണം കളിച്ചെങ്കിലും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാനായില്ല ചാൻസുകളൊന്നും. ഇരു ടീമുകൾ നല്ല ചാൻസുകൾ ഫസ്റ്റ് ഹാഫിൽ ലഭിച്ചെങ്കിലും അതൊന്നും ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ഗോളിലേക്ക് തമ്മിൽ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുകയായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ വീരോചിതമായി പോരാടുന്ന ബ്ലാസ്റ്റേഴ്സിനെ നോർത്ത് ഈസ്റ്റിനെയും കണ്ടു. നോർത്ത് ഈസ്റ്റിന് പല അവസരങ്ങൾ ലഭിച്ചു, എന്നാൽ അത് ഓഫ്സൈഡ് ആവുകയും അവസരം ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഫസ്റ്റ് ഹാഫിൽ നടന്ന പോലെ തന്നെ ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പല ഷോട്ടുകളും പുറത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു. ഗോളിയും പ്ലെയറും 1-to-1 സിറ്റുവേഷനിൽ പോലും ബേസ് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. പിന്നീട് ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയും ആ ഫ്രീ കിക്ക് അവരെടുക്കുകയും പവർഫുൾ ഫ്രീ കിക്ക് ആയിരുന്നു അലാവുദ്ദീൻ പറയുന്ന നോർത്ത് ഈസ്റ്റ് താരത്തിൻ്റെ. അത് നേരെ ഗോളിയുടെ കയ്യിലേക്ക് വരികയും ഗോളി പിടിക്കുകയും എന്നാൽ കയ്യിൽ നിന്ന് വഴുതി പോവുകയും ഗോളാകുകയുമായിരുന്നു ചെയ്തത്. ഗോള് വഴങ്ങി 10 മിനിറ്റ് അതിനുള്ളിൽ തന്നെ നോഹ സദോയി തിരിച്ചടിക്കുന്നു. തൻ്റെ ഒറ്റയാൾ പോരാട്ടം. ആ ഗോളിനും എടുത്തു പറയേണ്ടത് ഒരു 1-to-1 പാസിലൂടെയായിരുന്നു. അങ്ങ് ഡിഫൻസിൽ നിന്ന് 1-to-1 പാസ് കളിച്ചുകൊണ്ട് മിലോസും അതുപോലെ തന്നെ ഐമനും പെപ്രയും 1-to-1 പാസുകൾ നൽകിക്കൊണ്ട് കൊണ്ടുവന്ന ബോൾ നോഹ സദോയ്ക്ക് ലഭിക്കുകയും നോഹ സദോയുടെ ഒരു ഷോട്ടിലൂടെയായിരുന്നു, ഒരു പവർഫുൾ കിക്കിലൂടെ തന്നെയായിരുന്നു അദ്ദേഹം അത് ഗോളാക്കുകയും ചെയ്തത്. പഴയ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വളരെയധികം മാറിയിട്ടെന്ന് തന്നെ പറയണം. കാരണം പഴയ ബ്ലാസ്റ്റേഴ്സിൽ നോക്കുമ്പോൾ ഒരു ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ തിരിച്ചു വരിക എന്ന് പറയുന്നത് അസാധ്യമായിരുന്നു പഴയ ബ്ലാസ്റ്റേഴ്സിന്. ഒരു സീസണിൽ ഒരു വട്ടം മറ്റും അങ്ങനെ കണ്ടാലായി. എന്നാൽ അത് മാറ്റിക്കൊണ്ട് അടുപ്പിച്ച് 2 മത്സരങ്ങളിൽ ലീഡ് വഴങ്ങിയതിന് ശേഷം തിരിച്ചടിച്ച് വരുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതൊരു പോസിറ്റീവ് വശം തന്നെയാണ്. അഡ്രിയാൻ ലൂണ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങുകയും ചെയ്തിരുന്നതിന് ശേഷം കുറേയധികം ചാൻസുകൾ കിട്ടി. ഐമനൊരു നല്ലൊരു അവസരം ലഭിച്ചിരുന്നു. ഗോളിയും ഐമനും മാത്രം ഗോളിയെ കട്ട് ചെയ്തുകൊണ്ട് ബോൾ എടുക്കുകയും എന്നാൽ അവസാന നിമിഷം ബോളൊന്ന് ടച്ച് ചെയ്യേണ്ട നിമിഷത്തിൽ അവരുടെ ഡിഫൻഡർ വന്ന് ക്ലിയർ ചെയ്യുമായിരുന്നു. 1 മിനിറ്റിൻ്റെ വ്യത്യാസം ഡിഫൻഡർ ഒന്ന് ലേറ്റ് ആയിരുന്നെങ്കിൽ അത് ഗോളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഐമന് സാധിക്കുമായിരുന്നു. പിന്നെ ഐമൻ ഒരു ഫ്രീ കിക്കിലൂടെ ഒരു ചാൻസ് ലഭിച്ചിരുന്നെങ്കിൽ കൂടി അത് പവർഫുൾ കിക്കായിട്ട് ഉപയോഗിക്കാൻ സാധിച്ചില്ല. ആ കോർണറിലൂടെ വന്ന ബോൾ അത് അത്യാവശ്യം ഒരു പവർഫുള്ളായിട്ട് അദ്ദേഹം നേരെ തന്നെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഗോളാകുമായിരുന്നു. പക്ഷേ അതിനെ സാധിച്ചില്ല. അതൊരു പിച്ച് ചെയ്ത് പോവുകയായിരുന്നു. അതുകൊണ്ട് ഗോളിക്ക് സുഖമായി പിടിക്കാൻ സാധിച്ചു. അങ്ങനെ നിരവധി അവസരങ്ങൾ ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചെങ്കിലും അത് ഗോളിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. ഒരു ഗോൾ വഴങ്ങിയ ശേഷം പൊരുതി കളിക്കുന്ന അല്ലെങ്കിൽ ഫുൾ എഫേർട്ട് എടുത്ത് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് കണ്ടത് ഈ 2 മത്സരങ്ങളിലും. അതൊരു നല്ലൊരു ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് എടുത്ത് കാണിക്കുന്നത്. പഴയ ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായി കാണിക്കുന്നുണ്ട്. അഡ്രിയാൻ ലൂണ ഇറങ്ങുകയും ചെയ്തിരുന്നു. മറ്റു കാര്യങ്ങളെല്ലാം പിന്നെ റെഡ് കാർഡ് ലഭിച്ചിരുന്നു നോർത്ത് ഈസ്റ്റിൻ്റെ പ്ലെയറിന്. അത് ഒരു പുതിയ പ്ലെയറായിരുന്നു തോന്നുന്നു. കമൻറ്ററി ബോക്സിൽ നിന്ന് അങ്ങനെ കമൻറ്ററി പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. കാരണം പുതിയ പ്ലെയറാണെന്ന് തോന്നുന്നു. അതിൻ്റെ എക്സ്പീരിയൻസ് കുറവ് കൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു ടാക്കിളിന് ശ്രമിച്ചതും ഉയർന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഡയറക്റ്റ് റെഡ് കാർഡ് ആയിരുന്നു ലഭിച്ചത് നോഹ സദോയിനെ ഫൗൾ ചെയ്തതിന്. അവിടെ ഒരു ടച്ച് ഉണ്ടോ എന്നൊരു സംശയമാണ്. എന്നാൽ പോലും നോഹ സദോയെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തു. അതുകൊണ്ട് റെഡ് കാർഡ് തന്നെ നൽകാൻ സാധിച്ചു. അതിനുശേഷം 2 പ്ലെയറുടെയും ഹെഡ് തമ്മിൽ കൂട്ടിയിടുകയും നോഹ സദോയ്ക്കും അതുപോലെ തന്നെ അലാവുദ്ദീനായിരുന്നു തോന്നുന്നു ഹെഡ് ഇഞ്ചറി വരികയും പിന്നെ അത് തല വെച്ച് കെട്ടുകയൊക്കെ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്നലത്തെ മത്സരം സമനില അവസാനിച്ചു. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരാൻ പോകുന്നത് വരുന്ന വ്യാഴാഴ്ച 3-ാം തീയതി ഒഡീഷയായിട്ട് ഹെവി മത്സരമാണ്. കാത്തിരുന്ന് കാണാൻ ആര് വിജയിക്കുമെന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശം കമൻറ്റ് രേഖപ്പെടുത്തുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ച് മറ്റു ദിവസം കിട്ടാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.